നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. അത് ഹോറേബ് മലമുകളിൽ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചുള്ള തിരുവചനങ്ങളും അതിൻ്റെ പശ്ചാത്തലവുമാണ്. അതെങ്ങനെയാണ്? മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മല എന്ന് വിളിക്കപ്പെടുന്ന ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് കാണട്ടെ. അത് കാണുവാനായി മോശ മുമ്പോട്ട് വരുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മോശ വിളി കേട്ടു, ഇതാ ഞാൻ. കർത്താവ് തുടർന്നു, നീ അടുത്തു വരരുത്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പുകൾ അഴിക്കുക. അപ്പോൾ മോശ ചോദിച്ചു, നീ ആരാണ്? കർത്താവ് മറുപടി നൽകി, ഞാൻ നിന്റെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഇത് കേട്ടപ്പോൾ മോശ മുഖം മറച്ചു. അവന് ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ ഭയമായിരുന്നു. ഇതാണ് ഹോറേബ് മലമുകളിൽ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പശ്ചാത്തലം.